ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ചെറായി ബീച്ചിലേക്കാണ് കേട്ടോ. ചെറായി ബീച്ചിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫുൾ അടിച്ച് പൊളിക്കാനായിട്ടാണ് പ്ലാൻ. ഒരുമിച്ച് ഔട്ടിങ് പോകാനായിട്ട് ഞങ്ങൾ പ്ലാൻ എ മുതൽ ഇസഡ് വരെ ഇട്ടാലും അത് 8 നിലയിൽ പൊട്ടാറ്. പക്ഷെ ഇത്തവണ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആവുകയും ചെയ്തു. എല്ലാവരും ബീച്ചിൽ ഞങ്ങൾ 5 പേരും കൂടെ കൂടിക്കഴിഞ്ഞ പിന്നെ ഞങ്ങൾ വേറൊരു ലോകത്ത് തന്നെയാണ്. ഇത് നിച്ചൂട്ടിയാണ്, ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ മോളാണ്. ആൾ ആദ്യം ഒന്നും എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളത്തിലിറക്കാന്നൊക്കെ പറഞ്ഞു ഒരു കണക്കിനൊന്ന് സെറ്റാക്കി എടുത്തു. ഞങ്ങളെ പോലെ തന്നെ കുട്ടികൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ദിവസം. അപ്പം ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് സാർസ് എന്നാണ്. 15 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. കടല് കാണാൻ പോയി കഴിഞ്ഞാൽ തീരത്ത് പേരെഴുതുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് അവിടെ എഴുതിയിട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ആ പഴയ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോയതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. സമയം പോകുന്നത് അറിയുന്നത് പോലും ഉണ്ടായിരുന്നില്ല. കളിയും ചിരിയും കുരുത്തക്കേടുകളൊക്കെയുള്ള ആ ഒരു പഴയ സാർസ് ആയിരുന്നു ഞങ്ങൾ അത്രയും നേരം. നിച്ചൂട്ടിനെ വെള്ളത്തിലിറക്കി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കയറ്റാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ആളവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. ഇവിടെ 2 ശില്പികൾ ആമയുടെ ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിഥൂസും ദേവൂട്ടിയും. അഷി ചെന്ന് അത് കൊളാക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഇതിപ്പോൾ കുട്ടി ഏതാ അമ്മ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടികളെക്കാളും കഷ്ടമായിരുന്നു അമ്മമാരെന്ന് തന്നെ പറയാം. അത്രയും അടിച്ചു വിളിക്കുകയായിരുന്നു ഞങ്ങളവിടെ. ഞങ്ങളുടെ കുട്ടിക്കുറുമ്പികളായ നിച്ചും ദേവും ചിന്തൂട്ടിയൊക്കെ അവരുടെ ലോകത്ത് അവിടെ തകർത്തു. ബീച്ചിൽ പോയാൽ പിന്നെ ഐസ്ക്രീം മസ്റ്റാണല്ലോ. അപ്പോൾ ആ ബീച്ച് വൈബിൽ ഞങ്ങൾ ഒരു ഐസ്ക്രീമും കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയ ഉപ്പിലിട്ട ലൂബിക്കയും മാങ്ങയും നെല്ലിക്കയും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. നമുക്ക് മറക്കാനാവാത്ത സൗഹൃദങ്ങളോടൊപ്പമുള്ള ഇത്തരം നിമിഷങ്ങൾ നമുക്ക് എപ്പോഴും വിലമതിക്കാനാവാത്തത് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.